ദൈവമേ മാഷ് അവർക്ക് എത്തിയോ? നോക്കിക്കോ, ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശീല മാറാൻ പോവുകയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ മംഗളമായിട്ട് കഴിഞ്ഞു. മാഷ അനുഗ്രഹിക്കണം. ഉണ്ണിന്തിയെ മോനെ ഇതാരാണെന്ന് നോക്ക്. ഉണ്ണി, നീ ഇറങ്ങി വന്നേ. നീ എന്നെ ഓർക്കുന്നോ? പഴയ കിച്ചൻകുട്ടി ആളാകെ മാറി. കയ്യേ തമാശ, ഇവന്റെ പഴയ തമാശ നമുക്ക് കളഞ്ഞിട്ടില്ല. കൃഷ്ണൻകുട്ടി, നിങ്ങൾ താലി കെട്ടി കഴിഞ്ഞ് പോവല്ലേ? കാര്യങ്ങളൊക്കെ നടന്നോട്ടെ, ഞങ്ങൾ പുറകെ എത്താം. അത് പറ്റൂല. ഉണ്ണി ആദ്യമായിട്ട് ഈ നാട്ടിൽ കാലുകുത്തുന്ന എന്റെ കല്യാണത്തിനാ. എന്റെ ഭാര്യ പരിചയപ്പെടാം. വാ. അല്ല കൃഷ്ണൻകുട്ടി, ഞാൻ അല്ല ഉണ്ണി ഉണ്ടട്ടെ വരുന്നുള്ളൂ. നീ വാ, എന്റെ കൂടെ വാ. ഉണ്ണട്ടെ. ഇതെന്റെ ഭാര്യ. ആഗ്രഹിച്ച് മോഹിച്ചും കാത്തിരുന്ന് കെട്ടിയതാ. ഇതല്ല, ഇത് അമ്മ. മാറിയടാ. ഇതെന്റെ ഭാര്യ. ഇത് ഉണ്ണി, എന്റെ കുളിക്കാട്ടുകാരന, കളിക്കൂട്ടുകാരന. സിനിമയിലാണ് ജോലി. സിനിമയിലാ. ക്യാമറമാനാണ്. എന്നെ സിനിമയിലേക്ക് എടുക്കാനുള്ള പരിപാടിയാ. ഒക്കെ എന്റെ ഭാര്യയുടെ ഭാഗ്യം പോലെ. നമ്മളിൽ ആരാച്ചാ ഞാൻ? അത് കുളിച്ചതിന് ശേഷം കണ്ടുപിടിക്കാം ഉണ്ണി. ഷർട്ടയിൽ മുട്ടല്ലേ? ഉണ്ണി, ഓർമ്മയുണ്ടോന്ന് നോക്ക്. ഇതാ നമ്മുടെ വീട്. ഇത് പൊളിക്കാൻ കുറെ സമയം എടുക്കും. എന്റെ ഈശോയെ. ആരാ? മാഷ്. മാഷ് നാഗപട്ടണം പോയിരിക്ക. എടി, ഇത് ജോനാടി. അപ്പൊ ഇതൊക്കെ ആരാ? ഇത് അച്ഛൻ. ഇത് ഭാസ്കരൻ, ഗുണ്ട ഭാസ്കരൻ. ഓ, എനിക്കങ്ങനൊന്നുമില്ല. അപ്പൊ ഇതാരാ? ഇതാണ് നിന്റെ മോൻ ഉണ്ണികൃഷ്ണൻ. അമ്മേ, ഞാൻ പെണ്ണായി. ഇതില് കണ്ട നോക്കി. എന്താ മോനെ ഇത്? ഇതാരാ വന്നിരിക്കുന്ന നോക്കേ. ആരാ? നിനക്ക് അമ്മൂനെ ഓർമ്മയില്ലേ? ചെറുപ്പത്തിൽ നീ ഇവളെ അമ്മിക്കുട്ടിന്നാ വിളിച്ചിരുന്നതേ. അമ്മിക്കുട്ടി. അത് ചെറുപ്പത്തിലേ ഉള്ള വിളിയല്ലേ. ഇനി നീ അവളെ അങ്ങനെ വിളിക്കണ്ട. എന്നാ ആട്ടുകല്ലേന്ന് വിളിക്കാം. ആട്ടുകല്ലേ. ഉണ്ണി, അവനൊന്നും കൃത്യമായിട്ട് ഓർമ്മയില്ല മോളെ. പാവം അമ്മ എപ്പോഴും ഇങ്ങനെയാ, ഒന്നും ഓർമ്മയില്ല. ഉണ്ണി, ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ടോ നിനക്ക്? അമ്മൂന്റെ അമ്മയാടാ. അമ്മൂടെ അമ്മ, അമ്മൂമ്മ. കണ്ടോ, അവൻ എന്നെ ഓർത്തല്ലോ. ആരത്? മുത്തശ്ശി. മുത്തശ്ശി. കുട്ടി ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? വായില് പല്ലൊന്നും മുളച്ചില്ല. ഞാൻ പറയാറില്ലേ, എന്റെ ചർമ്മം കണ്ട പ്രായം തോന്നില്ലാന്ന്. പട്ടണ മോനെ, പണിക്കരമാവിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? എന്റെ അച്ഛനിപ്പോ എവിടെ ഉണ്ടെന്ന് അറിയാം ഉണ്ണേട്ടന്? ഞാൻ കാഞ്ഞങ്ങാട് SI ആയിരുന്നപ്പോ ഇയാൾ കോത്താഴത്ത് കോൺസ്റ്റബിൾ ആയപ്പോ ഞാൻ കാഞ്ഞങ്ങാട് SI. ഇയാൾക്ക് എന്താ തലയ്ക്ക് വട്ടുണ്ടാ? ഉണ്ടോ? നിക്കണ അയാള്. കണ്ടാ കണ്ടാ കണ്ടാടി. എങ്ങനെയുണ്ടാ ഞാൻ പാന്റ് എടുത്തിട്ട്? ഓ, കൊള്ളാശാനെ. ഈ ബുദ്ധി കല്യാണത്തിന് തോന്നില്ലല്ലോ ഭഗവാനെ. അന്ന് പാന്റ് ഇട്ടിരുന്നെങ്കിൽ ഫസ്റ്റ് നൈറ്റ് മുമ്പ് സസ്പെൻസ് പൊളിയില്ലായിരുന്നു. ഓ, ഫസ്റ്റ് നൈറ്റിന് എന്ത് പറ്റി? അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം. സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ. സസ്പെൻസ് അറിയാൻ നടക്കും. ഇതിനൊരു സിബ് പിടിപ്പിച്ചിട്ട് വരാം. വേഗം വരണം. വരാമുട്ടാതെ.
കൃഷ്ണൻകുട്ടിയെ ആ. ഇതിന്റെ കൈ ഒന്ന് തുന്നിയ വേഗം. എന്തു പറ്റി ആ അതിർത്തി തർക്കം. ആ. ഞാൻ എന്റെ തറവാട്ടിലെ അവകാശം ചെന്നേ ആ. വിധിയായി വലിയായി ഒടുവിൽ ഇങ്ങനെയൊക്കെ അയ്യോ അത് തീർന്നില്ലേ? എവിടെ തീരാൻ. ദേ ഇതാണ് ഞങ്ങളുടെ മൊത്തം പറമ്പ്. 48 സെന്റ് ചില്ലുവാനം. ചില്ലാനെന്ന് വെച്ചാ ചില്ലുവാനം വെച്ചാൽ 6 ലിങ്സ് വരും. ദേ ആ. ഇതാണ് കിഴക്കേ അതിരി. നമ്മുടെ ബാലഞ്ചന്റെ വീടിന്റെ അതെ. ആ. അതിലേ ഒരു 20 സെന്റ് സ്ഥലം. ആ. ആ, ദേ, ഇതിങ്ങനെ അമ്മനെ പറ്റിച്ച് ചേട്ടന്മാരെ എഴുതി വാങ്ങിച്ചു. വില്ലന്മാരെ ആ, പിന്നെ ഈ കാണുന്ന 16 സെന്റ് സ്ഥലം അച്ഛന്റെ 16 നടത്താൻ വിറ്റ് തുളച്ചി. പിന്നെ ഈ 18 സെന്റ് സ്ഥലം മൂത്ത പെങ്ങളുടെ കല്യാണത്തിന് അമ്മയെ മുറിച്ചു വെച്ചു. അത് പെങ്ങളുടെ കല്യാണത്തിനല്ലേടോ? അവിടെ നിന്ന് എടുത്തേ അത് കേസിൽ കിടന്ന പറമ്പാണ്. അതെ ആ. ഇനി ഞാനും 2 പെങ്ങന്മാരുണ്ടേ. പെങ്ങന്മാർ ഇനിയുണ്ടോ? തന്റെ പെങ്ങന്മാരെന്താണ് പറമ്പ് നിറഞ്ഞു നിൽക്കണ? ദേ അവർക്കുള്ള വീതം പെങ്ങന്മാർക്കുള്ളത് ആ. അതവിടെ ഇരിക്കട്ടെ. പിന്നെ എനിക്കുള്ളതാണ് ഈ 8 സെന്റ്. അപ്പൊ ഒരു 6 ലിങ്സ് കാണും. 6 ലിങ്സ് ദേ വഴിക്ക് പോയില്ലേ. ഓ വഴി 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 ആ. അത് മാറ്റി പോയി. ബാക്കി 8 സെന്റിൽ തനിക്കൊരു വീട് വെച്ചൂടെ? എങ്ങനെ വീട് വെക്കാൻ? ഏ? ദേ അതെന്താ? എന്താ ഇത്? കുളം 6 സെന്റ് കുളം അല്ലേ? അയ്യോ കൊളമാണെങ്കിൽ പിന്നെ അവിടെ എങ്ങനെയാ വീട് ആ, വെക്കുന്നത്? കുളത്തിൽ എങ്ങനെ വീട് വെക്കുന്നു ഞാൻ ചോദിച്ചതിനെ ചേട്ടന്മാരുടെ തല്ലി ആവശ്യത്തേക്ക് 5 സെന്റ് ഇത് വഴി ഇത് ചില്ലുവാനും. അതൊക്കെ വീട്. ആ. എന്റെ അളിയൻ വന്നെന്ന് കേട്ട് അതാ ഞാൻ ധൃതി പിടിച്ചിട്ട് പോകുന്നത്. നീ കണ്ട കൃഷ്ണൻകുട്ടി ഉവ്വാ. എങ്ങനെ വില ഗതിയും പിടിച്ചാണ് വന്നേക്കണത്? പിന്നെ വലിയ നിലയിലല്ലേ? ആഹാ, എന്താ ബിസിനസ്? എക്സ്പോർട്ടിങ്. മുണ്ടില്ലേ മുണ്ട്, അതിന്റെ എക്സ്പോർട്ടിങ്. കല്യാണ ചെറുക്കം മുതൽ പ്രായമായ അപ്പൂപ്പന്മാർക്ക് വരെ മുണ്ട് എക്സ്പോർട്ട് ചെയ്യും. ദൈവമേ എക്സ്പോർട്ടിംഗ് ആണ്. അപ്പ ഇമ്പോർട്ടിംഗും കാണും. വേഗം ചെല്ലി ഇല്ലെങ്കിൽ പൊട്ടിങ് നടക്കും. ആ. മുണ്ട എന്നാ. ആ. 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 അപ്പൊ ശരി എന്നാൽ ആ. വനജേ വണ്ടി വിട്ടേ. ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞുവിടുമ്പോ എന്തൊരു മനസമാധാനം എന്നറിയാമോ? ഈ അതിർത്തി തർക്കം വന്നാലുള്ള കുഴപ്പം ഇതാ. ഈ കുളത്തിൽ എങ്ങനെ അവൻ വീട് വെക്കണത്? ദൈവമേ, പോലീസുകാരന്റെ തുണിയിലാണോ വീതം വെച്ച് കളിച്ചത്? ഓമനക്കുട്ട. ഈ വേഷത്തിൽ നമ്മളെ കണ്ടാൽ ആർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല. എങ്കിൽ ഇനി ഇതൊരു തൊഴിലായിട്ട് കണ്ടിന്യൂ ചെയ്താലോ? അത് ശരിയാ, പോലീസിലായിരുന്നപ്പോഴും കൈനീട്ടിയാണല്ലോ ശീലം. പക്ഷെ അതിലും മെച്ചം ഇതാ അല്ല. ആളാണ് ആക്ടിങ് അടിപൊളി പീസ് അല്ലേ? അയ്യോ പെങ്ങളെ തരുവോ? അതല്ല കുടിക്കാൻ ഇത്തിരി വെള്ളം തരുമോന്നോ? പോയി കുടിക്കേ. പെണ്ണുങ്ങളെ കാണുമ്പോ ഉള്ള നിന്റെ ഈ ആക്രാന്തം കാരണം ഇപ്പൊ എനിക്ക് മനസമാധാനമായിട്ട് മൂത്രമൊഴിക്കാനും വയ്യാണ്ടായി. അയ്യടാ ഞാൻ പറഞ്ഞു മൂത്രം ഒഴിക്കണ്ടെന്ന്. ആ അതല്ല, അന്ന് കിട്ടിയ ഇടിയുടെ കൂട്ടത്തിൽ ഒരിടി ആ സ്ഥാനത്തായിപ്പോയി. നന്നായി. ആ സ്ഥാനമാണല്ലോ നിന്റെ എല്ലാത്തിനും പ്രശ്നം. ഇനി ഇത് വർക്ക് ചെയ്യാത്തത് കൊണ്ട് നിന്നെ ധൈര്യമായിട്ട് എവിടെ വേണേലും കൊണ്ട് നടക്കാം. നിന്റെ ഈ ഓവർ വർക്കിംഗ് കണ്ടീഷനാ എന്റെ പേടി. നട വാ. ആക്ടിങ് വല്ലതും തായോ? അയ്യാ വയ്യേ, വല്ലതും തായേ. ആ, മൂക്കില്ല പൈതങ്ങൾക്ക് വല്ലതും താഴെ. ആ. അയ്യോ രാഘവന്റെ ബന്ധുക്കൾ ആരണ്ട് വരുന്നുണ്ട്. അയ്യോ ആ പിച്ചക്കാരാ അയ്യോ ദേ ഒരുമാതിരി ചെറ്റ വർത്താനം പറയരുതട്ടാ. ചെറ്റ കൊണ്ട് പിന്നെ BBC ന്യൂസ് പറയാൻ പറ്റുമോ? പിന്നെ ആരാത്? അയ്യോ അവര് നമ്മളെ അടിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണെന്ന് തോന്നുന്നു. നമുക്ക് ഓടാൻ തയ്യാറെടുത്ത് നടക്കാം. ഹലോ, ഗ്ലാഡ് മീറ്റ് യു. ഹലോ, ഞാൻ എവിടെ വെച്ചോ കണ്ടിട്ടുണ്ടല്ലോ. ഈ കൈ എവിടെ വെച്ച് കാണാൻ വഴിയില്ല. ഇത് ജനിച്ചപ്പോ തൊട്ട് ഇവിടെ തന്നെയാണ്. ഇതും ഒരു പഞ്ചാബിയുടെ മണം. പഞ്ചാബിലും പണ്ട് ഞാൻ പിച്ചെടുത്തിട്ടുണ്ട്. എന്താണാവോ ഇവിടെ കാര്യം? അതെ, തെണ്ടികളാണെങ്കിൽ ഞങ്ങൾക്ക് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. മൈക്കിൽ കൂടെ ആയിരിക്കും. അതും ജന്മന എന്റെ കൂടെ ഉള്ളതാ. അതാണോ മൈക്ക് മുഖത്ത് കെട്ടി നടക്കുന്നത്? ഇത് മൈക്കല്ല, ആന്ത്രാക്സാ. ആന്ത്രാക്സ് ഇവിടെ ഒന്നും വന്നില്ലേ? പുള്ളിക്കാരൻ വന്നില്ല, ഒരു ആൻഡ്രൂസ് വന്നിരുന്നു. ഇനി അവനാണോ നമ്മുടെ ആള്? അവന് താടിയുണ്ട്. എന്നാ ഇവനായിരിക്കും. ഇവനാ? എവനോ? നല്ല ശരീരമാണല്ലോ, പിന്നെ എന്തിനാ ഈ വടി? പടി പിടിച്ചതാ മെരിയാൻ വേണ്ടിട്ടാ. അതൊക്കെ പിന്നെ പറയാം, വന്ന കാര്യം പറ. പിച്ചപ്രസ്ഥാനം ആഗോളവൽക്കരിക്കാൻ തീരുമാനിച്ചിരിക്കുക. അത് കൊള്ളാലോ. അതിനു വേണ്ടി കുറച്ച് പിച്ചച്ചട്ടി ഓർഡർ ചെയ്യാൻ വേണ്ടി രാഘവ, വന്നതാ. ഈ തൊട്ടികൾക്ക് 2000 ചട്ടി കൊടുത്തേക്ക്. അതെ, ഒരു സംശയം ചോദിച്ചോട്ടെ, നിങ്ങളുടെ കൂട്ടത്തിൽ പുതുതായിട്ട് ആരെങ്കിലും താമസിച്ചു വന്നിട്ടുണ്ടോ? ഇവനാണോ? ഈ തണ്ടിയല്ല, പിന്നെ കണ്ടാ നിങ്ങളെ പോലിരിക്കും. ഒരു 7 അടി പൊക്കം, 2 അടി കുറയും, ഒത്ത ശരീരം, നല്ല സൗന്ദര്യം. പക്ഷേ നിങ്ങൾക്കില്ലാത്ത ഒന്ന് അയാൾക്കുണ്ട്. അതെന്താ? ബുദ്ധി. കണ്ട, ഞാൻ പറഞ്ഞില്ല അതില്ലാന്ന്. അതിന് ജന്മഗുണം വേണം. നിങ്ങൾക്ക് അതിന്റെ കണിക പോലും ഇല്ലല്ലോ. അതെന്താ? പോയി കുടുംബത്തിൽ പറക്കണോ? അടി
കൊടുക്കാശാനെ അല്ലാതെ വെപ്പുകാരൻ. ഇവര് പിച്ചക്കാരല്ല കൊടുക്കാശ